ടി വി എസ് സെസ്റ്റ് 110 ജുപ്പിറ്റർ 110 കൂടി കമ്പയർ ചെയ്യുന്ന ഒരു ചെറുക്കൻ 10 വീഡിയോയുടെ താഴെ ഇടാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടി പെപ്പും ജുപ്പിറ്ററും കൂടി ഞാൻ എങ്ങനെ കമ്പയർ ചെയ്ത് കൊടുക്കാനാണ് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യും ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുന്ന രണ്ടും കൂടി. ഒരിക്കലും കമ്പയർ ചെയ്യാത്ത കാറ്റഗറിയാണ്, അപ്പോൾ നടക്കില്ല. പിന്നെ സ്പ്ലെൻഡറിൻ്റെ പാഷൻ പ്രോൻ്റെ ഒക്കെ മൈലേജ് എങ്ങനെയുണ്ട്, പ്ലാറ്റിനയുടെ മൈലേജ് അല്ലെങ്കിൽ ഞാൻ ഏകദേശം റേഞ്ച് പറയാം. നിങ്ങൾ പുതിയ മോഡൽ സ്പ്ലെൻഡർ എടുക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 60-70 മാക്സിമം ഒരു 75 വരെ കിട്ടും. പാഷൻ പ്ലസ് പുതിയ മോഡൽ എടുക്കുകയാണെങ്കിലും 60-70 റേഞ്ച് മൈലേജ് കിട്ടും. പ്ലാറ്റിന എടുക്കുകയാണെങ്കിലും 100cc പ്ലാറ്റിന എടുക്കുകയാണെങ്കിലും ഈ ഒരു റേഞ്ച് ഒരു 670 പ്ലാറ്റിന കുറച്ചുകൂടി കിട്ടും, 70-75 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. CT 110 പക്ഷെ കുറച്ച് കുറവായിരിക്കും, 60-65-70 വരെയൊക്കെ കിട്ടാം. 60-65 ഒക്കെ നോക്കിയാൽ മതി 110 ഒക്കെ ആകുമ്പോൾ. പക്ഷേ 110 ഓടിക്കാൻ കുറച്ചുകൂടി സുഖമാണ്. പിന്നെ വേറെ എന്താണ് 150cc പൾസർ സീരീസ് 150cc വണ്ടിയൊക്കെ ഒരു 40-50 നോക്കിയാൽ മതി, അതിലൊന്നും കിട്ടില്ല. സ്കൂട്ടറുകൾ ഇപ്പോൾ 110cc സ്കൂട്ടറുകളെല്ലാം തന്നെ ആക്റ്റീവ് ആയിക്കോട്ടെ, പ്ലഷർ അങ്ങനെ വണ്ടികളെല്ലാം തന്നെ ഒരു 40-50 കിട്ടുള്ളൂ. പിന്നെ ടി വി എസിൻ്റെ എൻടോർക്കൊക്കെ ആകുമ്പോൾ ഒരു 35-45 ഒക്കെ നോക്കിയാൽ മതി. പിന്നെന്താ വേണ്ടേ, ജുപ്പിറ്റർ 125 അതൊക്കെ ഒരു 125cc ഒക്കെ ഉള്ള ഒരു 45-50-52 വരെയൊക്കെ കിട്ടാം. യമഹയുടെ സ്കൂട്ടർ ആകുമ്പോൾ അവരിപ്പോൾ ഒരു കുറച്ച് 1-2 ഹൈബ്രിഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി മൈലേജ് ഒരു 65-70 ഒക്കെ കിട്ടുന്നുണ്ട്. 72-75 ഒക്കെ കിട്ടിയ വണ്ടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ യമഹയുടെ വണ്ടികൾക്ക് കുറച്ചുകൂടി, യമഹയുടെ സ്കൂട്ടറുകൾക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടൂട്ടോ. പിന്നെ വേറെ എന്താണ് ബൈക്കുകൾ, സ്പോർട്സ് ബൈക്കൊക്കെ MT ഒക്കെ ആണെങ്കിൽ 50-55 കിട്ടും. R15 ഒക്കെ അറിയാമല്ലോ 40-50 ആ റേഞ്ചൊക്കെ കിട്ടുള്ളൂ. പൾസർ സീരീസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിന് മേളിലേക്കുള്ള ഡ്യൂക്ക് 390നെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ല, അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. ബുള്ളറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം 350 ഒക്കെ 40-50-45 കിട്ടുള്ളൂ. വേറെ എന്താണ് വേറെ നോക്കട്ടെടാ. പിന്നെ പല വണ്ടി തല്ലിപ്പൊളി വണ്ടിയാണ്. യൂണിക്കോൺ 160 കൊള്ളൂല, പാഷൻ എക്സ്റ്റെക്ക് കൊള്ളൂല, ഗ്ലാമർ എക്സ്റ്റെക്ക് കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാവും, ഓരോരുത്തരുടെ അഭിപ്രായമായിരിക്കും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി വണ്ടി എടുക്കുക, ഓടിച്ചു നടക്കുക. അയാളല്ലാതെ വേറെ 100 പേര് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഡിയോ 125 മൈലേജ് ഇല്ല, പ്രശ്നമാണ്. 110 മൈലേജ് ഇല്ല എന്നൊക്കെ പറയും. ഇപ്പോൾ മൈലേജ് ഇല്ല നിരാശ മാത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മൈലേജ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പുതിയ വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് കാണിക്കുക, അല്ലെങ്കിൽ സർവീസ് വാറണ്ടി ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഷോറൂമിൽ കൊണ്ടേ കാണിക്കുക. എന്നിട്ട് അവരോട് പറയും മൈലേജ് ഇല്ലെന്ന്. അപ്പോൾ അവരോട് അതിൻ്റെ പ്രതിവിധി കണ്ടത് ചിലപ്പോൾ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയിരിക്കും, കാർബറേറ്ററിൻ്റെ പ്രശ്നമായിരിക്കും. കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ ക്ലിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും. ചിലപ്പോൾ ഇതൊന്നുമല്ല, എന്താ പറയുക, സിലിണ്ടറിൻ്റെ പ്രോബ്ലം ആയിരിക്കും, വാൽവിൻ്റെ പ്രശ്നമായിരിക്കും. അതെന്താണെന്ന് പണി അറിയണമെന്നായിരിക്കും മനസ്സിലാവുള്ളൂ. ഷോറൂമിൽ കാണിക്കുക, സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിക്കുക, വർക്ക്ഷോപ്പിൽ കാണിക്കുക. അല്ലാണ്ട് മൈലേജിലെന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, കരഞ്ഞിട്ടും കാര്യമില്ല. ആ പണി അറിയണവന്മാരെ കൊണ്ടേ കാണിക്കുക, അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനുള്ള വണ്ടിയല്ലേ. വേറെന്താണ് കുറേ വലിയപ്പന്മാർ വെറുതിരുന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി കൂടുതലാണ്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും കാണിച്ചോട്ടെ, പ്രശ്നമില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കുന്നുണ്ട്, അവരെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൺഗ്രാജുലേഷൻസ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് ഇന്ന് വരെ ഒരു ബ്രാൻഡും ഒരു ഷോറൂമും പെയ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക 10 പൈസ ഇതുവരെ ഷോറൂമിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാം ഞാൻ ചെല്ലുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക അവർ സഹകരണം, ഒരു ഞാൻ ചോദിക്കും വീഡിയോ എടുത്തോന്ന് ചോദിക്കും, അവർ വീഡിയോ എടുക്കാം, എന്താ പറയുക വണ്ടി അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് പോകുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഷോറൂമാരും എനിക്ക് 10 പൈസ തന്നിട്ടില്ല. ഞാൻ ആരെയും പെയ്ഡ് സർവീസ് ചെയ്യുന്നില്ല. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയും. നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എന്താ TVS സ്പോർട്ട് 110 ഞാൻ അധികം വണ്ടി എനിക്ക് ഷോറൂമിൽ കണ്ട ഒരു പരിചയമുള്ളൂ, അല്ലാണ്ട് ആളുകൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാർട്സ് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാന്നൊക്കെ 2-3 കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഞാനത് ഒരു വീഡിയോ ചെയ്യാം. 110 പിന്നെ 100cc ബൈക്കിൽ 110cc സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറവുള്ള വണ്ടി ഏതാണ്? അത് TVSൻ്റെ ഈ വണ്ടിയാണ്, സ്പോർട്ട് 110 എന്നുള്ള വണ്ടിയാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ പ്ലാറ്റിന വരും, പിന്നെ സ്പ്ലെൻഡർ പാഷൻ പ്ലസ് ഒക്കെ അതിൻ്റെ പൊക്കത്തേക്ക് വരും. അതുപോലെ തന്നെ യൂണിക്കോൺ CB യൂണിക്കോൺ 160ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടേക്കുന്ന വീഡിയോ CB യൂണിക്കോൺ 160 ആണ്. ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നേക്കുന്നതും അത് തന്നെയാണ്. 160 കൊള്ളില്ല, വൈബ്രേഷൻ ഉണ്ട്. പിന്നെ വേറെന്താ വൈബ്രേഷൻ കേസ് കുറേ പേര് പറയുന്നുണ്ട്, തുരുമ്പുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവമാണ്. കാരണം ഈ യൂണിക്കോൺ 160 ഒക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ലോങ് ഡ്രൈവ് പോകാൻ ഇത്രയും സൂപ്പർ വണ്ടി വേറെ ഇല്ല. മൈലേജും കിട്ടും, ഒരു 50-60 റേഞ്ച് മൈലേജ് കിട്ടും. സെൻട്രൽ ഷോക്കാണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ്, ഹാൻഡിലൊക്കെ അടിപൊളിയാണ്, നല്ല ഇരുന്ന് പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ഒരു വണ്ടിയുടെ പ്രശ്നമായിരിക്കും കേട്ടോ.
യൂണിക്കോൺ എടുക്കുന്ന ആൾക്കാർ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യൂണിക്കോൺ പെർഫെക്റ്റ് ആണ്, നല്ല റീസെയിൽ വാല്യൂ ആണ്, നല്ല സർവീസ് കോസ്റ്റ് കുറവാണ്, ധൈര്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ഇതുപോലെ അടുത്ത കേസ് 125X മൈലേജ് ഉള്ള 125X ഒരു 60-65 സിമ്പിളായിട്ട് മൈലേജ് ഇടുന്ന വണ്ടിയാണ്. കംപ്ലൈൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കാണിക്കുക. ചിലപ്പോൾ വല്ല ഫ്യൂൽ പമ്പിൻ്റെ ഒക്കെ വല്ല പ്രശ്നമായിരിക്കും, അതൊക്കെ വാറണ്ടിയിൽ മാറി കിട്ടുന്നതാണ്. ഷോറൂമിൽ കാണിക്കുക. ഈ 125X നല്ല മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ കുറേ പേര് HF Deluxe ആണ് നല്ലത്, പാഷൻ പ്രോ ആണ് നല്ലത്. HF Deluxeന് പാഷൻ പ്രോനേക്കാൾ പൈസ കുറവാണ്. അപ്പോൾ പൈസ കുറച്ചുള്ളെങ്കിൽ HF Deluxe എടുക്കാം. പാഷൻ പ്രോ ആകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും. വണ്ടിക്ക് വെയിറ്റ് കൂടും, സീറ്റിംഗ് മാറും, അതുപോലെ തന്നെ ഇരിപ്പ് കാര്യങ്ങളെല്ലാം മാറും, ലുക്ക് മാറും. എൻ്റെ ഉള്ള ഡിഫറൻ്റ് ആണ്. HF Deluxe കുറച്ച് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഇത്തിരി സ്പീഡിലൊക്കെ പോകണമെങ്കിൽ കാറ്റ് പിടിക്കുന്ന ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ കയ്യിലൊക്കെ ആവശ്യമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ള വണ്ടി എടുക്കുക. ഓക്കെ, ബുള്ളറ്റ് CB350 ബുള്ളറ്റും തമ്മിൽ ഭയങ്കര അടിയാണ് നമ്മുടെ കമൻറ്റിൽ. എനിക്ക് മനസ്സിലാവുള്ള ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ ബുള്ളറ്റ് എടുക്കുക, ഹൈനസ് എടുക്കേണ്ട ആൾക്കാരും CB350 എടുക്കുന്ന ആൾക്കാരും അതെടുക്കുക, ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ബുള്ളറ്റും ഇതായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരേ സെഗ്മെൻ്റ് ആണ്, പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചർ വൈസ് കുറച്ച് അഡ്വാൻസ്ഡ് ഹോണ്ട വണ്ടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബുള്ളറ്റ് ഇപ്പോഴും പണ്ടത്തെ വൈബ്രേഷൻ എല്ലാം മാറ്റിയിട്ടാണ്. ഇപ്പോൾ ക്ലാസിക് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, പണ്ടത്തെ എഞ്ചിൻ J സീരീസ് എഞ്ചിൻ വന്നേ പിന്നെ വൈബ്രേഷൻ വണ്ടീനെ ഐഡിയൽ എടുക്കുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ ഉള്ളതാണ് ബുള്ളറ്റിന് കൊണ്ട്. ഞാൻ 2018 ബുള്ളറ്റ് എടുത്ത് 2018 ജനുവരിയിൽ ക്ലാസിക് 350 ഗവൺമെൻറ്റിൽ ഗ്രേഡ് എടുത്ത ആളാണ് ഞാൻ. ഒരു വർഷം ഓടിച്ച് 2019 ജനുവരിയിൽ ഞാൻ വിറ്റളഞ്ഞ് എനിക്ക് 40,000 രൂപ നഷ്ടം വന്നത്. ഒരു രസമില്ലായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്, ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു വണ്ടി. വൈഫൊന്നും എൻ്റെ വൈഫ് വണ്ടി കയറില്ല എന്ന് പറഞ്ഞു 2 റൈഡ് പോയി. പിന്നെ ഈ വണ്ടി കയറില്ല, ഭയങ്കര വൈബ്രേഷനാണ്, പുള്ളിക്കാരിക്ക് നടുവേന എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിറ്റളഞ്ഞ ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ വർഷം എൻ്റെ ഫ്രണ്ട് വണ്ടി എടുത്തു, അൽത്താഫ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പുള്ളിയുടെ വണ്ടിയുടെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 എന്ന് പറഞ്ഞ് ചെയ്ത് ആ വണ്ടി ഓടിച്ചു കൂടി ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് വണ്ടിയാണ്. അപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വണ്ടി. ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ബുള്ളറ്റ് എടുക്കുക, ഒരു കുഴപ്പമില്ല. ഇനി ഹൈനസ് ആണ് ഇഷ്ടപ്പെട്ട ആൾക്കാരെങ്കിൽ ഹൈനസ് എടുക്കുക. കാരണം ഹോണ്ടയുടെ ഒരു ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഹൈനസ് എടുക്കുന്ന ആൾക്കാർ ഹൈനസ് എടുക്കുക, CB350 എടുത്തു, അതൊന്നും കുഴപ്പമില്ല. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പറഞ്ഞു HF ഇനി ഹീറോൻ്റെ കേസ് പറഞ്ഞുതരാം. HF ഡൗൺ, HF Deluxe ഒക്കെ നിങ്ങൾക്ക് ഒരു 60-70 മൈലേജ് കിട്ടും. സ്പ്ലെൻഡറും അത്രയും തന്നെ കിട്ടും. സ്പ്ലെൻഡർ ഒരു ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും, ഒരു 70-75 കിട്ടും. പാഷൻ പ്ലസ് അതൊക്കെ നിങ്ങൾക്കൊരു 60 to 70 കിട്ടുള്ളൂ. പിന്നെ എക്സ്പ്രോ സീരീസ്, എക്സ്പ്രോ, ഗ്ലാമർ, എക്സ്റ്റെക്ക് അതൊക്കെ ഒരു 60 വരെയൊക്കെ നോക്കിയാൽ മതി മാക്സിമം കേട്ടോ. പിന്നെ വേറെ ഏത് വണ്ടിയാണ്? കരിസ്മയൊക്കെ അറിയാലോ, മൈലേജ് കമ്മിയായിരിക്കുള്ളൂ. പിന്നെ ഹീറോൻ്റെ വണ്ടി ഏതുള്ളത്? അതൊക്കെ തന്നെ.